സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും കൂടിയതോടെ ജയിലുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങുകയാണ് അധികൃതർ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിലവിലുള്ള 57 ജയിലുകളിലും പാർപ്പിക്കാനാകാത്ത വിധം അന്തേവാസികളുടെ എണ്ണം കൂടിയതോടെ 3 പുതിയ ജയിലുകൾ കൂടിയാണ് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, കോഴിക്കോട് ജില്ലയിലെ വടകര, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലാണ് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നത്. തളിപ്പറമ്പിൽ നിർമ്മാണം 60% പിന്നിട്ടു. വടകരയിലുള്ള ജയിലിനായുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. മണ്ണാർക്കാട്ട് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിലുള്ള ജയിലുകളിൽ പാർപ്പിക്കാനാവുന്ന പരമാവധി അന്തേവാസികളുടെ എണ്ണം 8000 എന്നാൽ ഫെബ്രുവരി 25-ന് ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം 10,589 ശേഷിയുടെ 25%-ലേറെയാണിത്. ദിനംപ്രതി അന്തേവാസികളുടെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിലെ ജയിലുകളിൽ അന്തേവാസികൾ 40%-ലേറെ വർദ്ധിച്ചു. കുറ്റകൃത്യങ്ങൾ പെരുകിയതും അതിൽ നാർക്കോട്ടിക് കേസുകൾ വർദ്ധിച്ചതും ഇത്തരം കേസുകളിൽ ജാമ്യവ്യവസ്ഥ കോടതി കർശനമാക്കിയതുമാണ് ജയിലുകളിലെ അന്തേവാസികളുടെ എണ്ണം പെരുകാൻ പ്രധാന കാരണം. കേരളപ്പിറവി സമയത്ത് കേരളത്തിൽ 4 പോലീസ് ജില്ലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 14 ഉയർന്നു. കോടതികളുടെ എണ്ണവും വർദ്ധിച്ചു. എന്നാൽ ജയിലുകളുടെ എണ്ണത്തിലും പദവിയിലും ആവശ്യത്തിന് വർധനവുണ്ടായില്ല. കേരളപ്പിറവിക്ക് ശേഷം 2022-ൽ മാത്രമാണ് ഒരു സെൻട്രൽ ജയിൽ ഉണ്ടായത്. തവനൂരിലായിരുന്നു അത്. വിയ്യൂരിൽ നല്ല സൗകര്യങ്ങളോടെ അതിസുരക്ഷാ ജയിൽ ഉണ്ടാക്കിയെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം പൂർണ്ണശേഷിയിൽ അന്തേവാസികളെ പാർപ്പിക്കാനാകുന്നില്ല. ജീവനക്കാരുടെ കുറവ് എല്ലാ ജയിലുകളെയും ബാധിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായി ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതികൾ ഇല്ലാത്തതും ജയിലുകളിൽ അന്തേവാസികളുടെ വർധനയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ.